Watch India's largest kids library only on Jio Hotstar. Download the app now. എന്റെ ബുദ്ധിയും പ്രവർത്തിക്കുന്നില്ലല്ലോ. ഏത് കരു നീക്കണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. നമ്മുടെ ബോസ് ആണെങ്കിൽ ഒരു മാസമായിട്ട് കാണാനുമില്ല. നമ്മൾ അനാഥരായോല്ലോടെ. പക്ഷെ ബുദ്ധി നമ്മുടെ കയ്യിലില്ലല്ലോ. പിന്നെ എന്താണ് വർക്ക് ചെയ്യുന്നത്? എന്ത് പറ്റി കുട്ടികളെ? എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? എന്താ നിങ്ങളുടെ പ്രശ്നം? ഞാൻ രംഗീല ബാബ. നിങ്ങളുടെ ലൈഫ് ഞാൻ കളർഫുൾ ആക്കി മാറ്റിത്തരാം. സ്വാമി, ഞങ്ങളുടെ ബോസ് കഴുതയ്ക്ക് കൊമ്പ് മുളച്ചതുപോലെ കാണാതായിരിക്കുക. ഞങ്ങൾക്ക് വിശന്നിട്ട് മേല. എന്നാ ഇത് പറ്റി അല്ല, നിന്റെ ബോസ് കാണാൻ എങ്ങനെയായിരുന്നു? സുന്ദരനായിരുന്നോ? അയാളുടെ സ്വഭാവം എങ്ങനെയുണ്ടായിരുന്നു? ഒരു പണിക്കും കൊള്ളത്തില്ലായിരുന്നു. ഒരു പണി എടുക്കില്ലായിരുന്നു. വിവരം കെട്ടവൻ, പേടിത്തൊണ്ടൻ, ബുദ്ധിയില്ലാത്തവൻ. മാത്രമല്ല ഡോഗി നമ്പർ 1. കണ്ടെങ്കിൽ പറഞ്ഞേക്കണേ. സ്വന്തം ബോസിനെ ഡോഗിന്ന് വിളിക്കുന്ന വൃത്തികെട്ടവരെ കാണിച്ചു തരണം. പാല് തന്നെ കൈക്കിടുന്ന കൊച്ചു അല്ലട മൊട്ടെ. സോറി, ഇത് എന്ത് വേഷം കിട്ടാ ബോസ്? ഞാനൊരു മാസം ജപ്പാനിലായിരുന്നു. അവിടുന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ ഇറക്കിയിട്ടുണ്ട്. എന്ത് മറിമായമാ ബോസ്? എടാ മണ്ടന്മാരെ, ഇത് പ്രേതമൊന്നും അല്ല. ഇതൊരു മാജിക് റോബോയാണ്. ഇൻവിസിബിൾ റോബോ. ഇത് ജപ്പാനിലെ മെയിൻ ഐറ്റം അല്ലേ? ഈ ജോണിന്റെ പൈശാചിക ബുദ്ധിയിൽ ഒരു അപകടകരമായ ഐഡിയ തോന്നുന്നുണ്ട്. ഈ ഫുർഫ്രി നഗരം മൊത്തം ഈ ജപ്പാൻ ജോണിനെ കുറിച്ച് നിങ്ങൾ പൂഴ്ത്തി പറയണം. അല്ലെങ്കിൽ വേണ്ട, രംഗീല ബാബ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി. എല്ലാവരുടെയും പ്രശ്നങ്ങൾ തീർക്കാൻ ഫുർഫ്രി നഗരത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാ വന്നിരിക്കുന്നതെന്ന് പോയി പറയാം. എന്റെ വലിയേട്ടാ, ഈ രംഗീല ബാബ പെട്ടെന്ന് എവിടുന്ന വന്നത്? ജനങ്ങളൊക്കെ പറയുന്നത് അദ്ദേഹം വായുവിൽ പറക്കുന്നാണല്ലോ. പിന്നെ ഞാൻ ഇതും കേട്ടു. ആർക്ക് എന്ത് വേണമെങ്കിലും ആ രംഗീല ബാബയോട് ചോദിക്കാൻ പറ്റുമെന്ന്. അറിയോ, ഇതൊക്കെ നുണയാണെന്നേ. കാറ്റിലൊക്കെ ഒരാൾക്ക് എങ്ങനെ പറക്കാൻ കഴിയ? അവൻ ഒരു ബാവയും കൂവയൊന്നും അല്ല. ഇതെങ്ങനെ സംഭവിച്ചു? എന്നെ പറ്റി ആരാണ് ഇങ്ങനെ പറഞ്ഞത്? എന്നെ പറ്റി ആരാ ഇങ്ങനെ പറഞ്ഞത്? പൊളിച്ചടത്തല്ലോ. ഇങ്ങനത്തെ മായാജാലൊക്കെ കാണിച്ചിട്ട് ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കുകയാണോ? ഞാൻ പറയുന്നു ഇതൊക്കെ തട്ടിപ്പാണെന്ന്. നിങ്ങൾ എന്തോ തന്ത്രം കാണിച്ചാണ് ഇങ്ങനൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ ശരിക്കും യോഗ്യൊന്നല്ല. നിങ്ങളൊരു തട്ടിപ്പ് യോഗിയാണട്ടാ. നിങ്ങളുടെ ഈ തരികടൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. തന്ത്രം കാണിക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. അങ്ങനെയാണല്ലേ? എന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് പല സംഭവങ്ങളും ഞാൻ ഇറക്കി കാണിക്കാം. കപ്പല് മയ്യത്ത്, മോതിരം, കടകത്തിലൊഴുവ, പിന്നെ അല്ല വലിയേട്ടാ, എന്താ ഇതൊക്കെ? ബാബ തല്ലുന്നത് അവിടെ നിന്നോണ്ട്, പക്ഷെ ഗസീട്ടാറാൻ വീഴുന്നത് ഇവിടെ നിന്ന്. അവനെങ്ങനെ മറുപടി പറയാൻ പറ്റും? അതെന്നെ കൊണ്ടല്ല സാധിക്കുകയുള്ളൂ. കാരണം ഞാൻ അതെ ബാബ. നിനക്ക് വേണമെങ്കിൽ ഞാൻ എന്റെ പ്രസാദം കുറച്ച് തരാം. ഇന്ന് പിടിച്ച ബാബ, എനിക്ക് നിങ്ങളുടെ ശക്തിയെ കുറിച്ച് അറിയില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കൂ. ഞാൻ സാഷ്ടാംഗം ചോദിക്കുകയാണ്. ഭക്തന്മാരെ, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. പറയൂ, നിങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ പറയൂ. വേണ്ട, അങ്ങനെ ചെയ്യരുത്. ചെയ്യണ്ട, തൊഴണ്ട. എന്ത് പറ്റി ബാബാജി? ഇപ്പൊ ഒന്നുമില്ല, ഇനി പറ്റാൻ പോകുന്നല്ലേ ഉള്ളു. ഈ ഫുർഫുരി നഗരത്തിന് വലിയൊരു ആപത്ത് വരാൻ പോവുകയാണ്. കാർമേഘങ്ങളുടെ രാജാവ് നിങ്ങളിൽ വളരെ കോപിഷ്ഠനാണ്. അദ്ദേഹം പറയുന്നത് ഈ സ്ഥലം ഇടിയും മിന്നലും മേൽപ്പിച്ച് നശിപ്പിക്കാൻ പോവുകയാണെന്നാണ്. ഇയാള് നമ്മളെയൊക്കെ മണ്ടനാക്കാണ്. എന്നെ പറ്റി നിങ്ങൾ എന്താ പറഞ്ഞത്? ഞാനും ഒന്നും പറഞ്ഞില്ല കേട്ടോ. എനിക്കിത് തൊണ്ടവേദനയാണ്.
മനസ്സിലായില്ലേ കാര്യങ്ങളുടെ കിടപ്പ്? നിങ്ങൾ എന്താ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ. ഭക്തന്മാരെ, നിങ്ങളിൽ ആരോ ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ മേഘങ്ങളുടെ രാജാവ് നിങ്ങളിൽ കോപിഷ്ഠനായത്. കണ്ടില്ലേ, നമ്മളെ വീണ്ടും പറ്റിക്കാൻ നോക്കുക. ഇപ്പൊ ആരാ എന്നെ കുറിച്ച് പറഞ്ഞത്? ഞങ്ങളൊന്നും പറഞ്ഞില്ലേ? ഏയ്, ഏയ്. കണ്ടില്ലേ, ബാബ പറഞ്ഞിരുന്നല്ലോ മിന്നൽ പിണരുകൾ ഭൂമിയിലേക്ക് പതിക്കുമെന്ന്. അത് സംഭവിച്ചില്ലേ? ഈ അത്ഭുതം വേറെ ആര് ചെയ്യും? പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. ആർക്കും ഇത് ചെയ്യാൻ പറ്റില്ല. സൈന്യത്തിന് പോലും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയാണെങ്കിൽ എന്റെ കട പോലും അഗ്നിക്ക് ഇരയാകുമല്ലോ. ഒന്ന് മതിയാക്കൂ ബാബ. ഇതിനൊരു പരിഹാരമുണ്ട് ഭക്തന്മാരെ, പക്ഷേ കുറച്ച് കാശ് ചിലവാകും. അതെ, നല്ലൊരു ഉപായം പറഞ്ഞു തരൂ. എല്ലാവരും അവരവരുടെ വീട്ടില് സ്വർണം മൊത്തം എടുത്തുകൊണ്ട് വന്ന് അതുകൊണ്ട് ഒരു സ്വർണ്ണ കുടയുണ്ടാക്കണം. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മഴയിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ. നിങ്ങൾ ആ കുടക്കടിയിൽ നിൽക്കുമ്പോൾ ആ കാർമേഘ രാജാവിന് നിങ്ങളെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. അദ്ദേഹത്തിന്റെ ശക്തി സ്വർണ്ണക്കുടയിലേക്കില്ല. ഞങ്ങൾ എടുത്തോണ്ട് വരാം. ഞങ്ങൾ ഇപ്പൊ എടുത്തോണ്ട് വരാം. ഞങ്ങൾ ഉടനെ എടുത്തോണ്ട് വരാം ബാബാജി. അത് ഞാൻ മേഘങ്ങളുടെ രാജാവിന് സമ്മാനിച്ചു. ആ കുട മുകളിലിരുന്ന് നിങ്ങളെ സംരക്ഷിക്കുക. ഭക്തന്മാരെ, മേഘരാജാവ് ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. എവിടെയാണ് മോട്ടു പത്ലുള്ളത് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുമെന്ന്. അദ്ദേഹം ഇവരിൽ കോപിഷ്ഠനാണ്. മോട്ടുവിനെയും പത്ലുവിനെയും ഈ ഫുർഫുറി നഗരത്തിൽ നിന്ന് പറഞ്ഞു വിട്ടാൽ മാത്രമേ അദ്ദേഹത്തിന്റെ കോപം ശാന്തമാവുകയുള്ളൂ. മേഘരാജാവിന്റെ ദേഷ്യം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അതൊരു ഒന്നൊന്നര ദേഷ്യമാണ്. മനസ്സിലായ ഭക്തന്മാരെ? എന്റെ സഹോദരന്മാരെ, എന്താ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഇറക്കിയ വീട് മോട്ടൂടെ പത്രുടെ ഈ നഗരത്തിൽ നിന്ന്. വലിയേട്ടാ, വലിയേട്ടാ, ഞങ്ങൾ ഇവിടെ എത്തുമ്പോഴത്തേക്കും മതിയായി പോയി. അത് ഞങ്ങൾക്കേ അറിയൂ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഓയ് മോട്ടു, എന്റെ ചങ്കന്റെ ബ്രോ, എന്റെ രോഗികളാണ് സത്യം. നിങ്ങൾ പറയുന്നത് ഒന്നും എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. അവനെ കൊണ്ട് എങ്ങനെ കാറ്റിൽ പറക്കാൻ സാധിക്കുന്നു, എങ്ങനെ വേഗങ്ങളിൽ ചെല്ലാൻ സാധിക്കുന്നു, എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ആലോചിക്കുമ്പോ എനിക്ക് ചിലതൊക്കെ തോന്നുന്നുണ്ട്. തീർച്ചയായും ഇത് ജോണാണ്. അവന്റെ കയ്യിൽ ഇൻവിസിബിൾ ആക്കാനുള്ള എന്തോ ഒന്നുണ്ട്. കൂട്ടുകാരെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ സാധനം കൊണ്ടുപോയിക്കോളൂ. ഇതാണ് സീക്കിംഗ് ഗോഗിൾസ്. ഇൻവിസിബിൾ ആയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇത് മൂലം കാണാൻ പറ്റും. പേടിക്കേണ്ടത്. അപ്പൊ ഈ റോബോട്ടിന്റെ മേളിൽ കയറി ഇരുന്നിട്ടാണ് ഇയാൾ ഈ പരിപാടിയൊക്കെ ഒപ്പിക്കുന്നത്. വരൂ പത്ലു, അവനെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരണ്ടേ? ബാബ, എനിക്ക് നിങ്ങളുടെ ശക്തിയെ കുറിച്ച് ആദ്യമേ അറിയാമായിരുന്നു. പക്ഷേ ഈ പത്ലുവിന് ഇപ്പോഴും സംശയമാ. അങ്ങനെയാണോ? പത്ലുവിനും സംശയമോ? ബാബ, അവനെ തല്ലി നിങ്ങളുടെ കൈ അഴുക്കാക്കരുത്. അവന് ഞാൻ എന്റെ കൈകൾ കൊണ്ട് തല്ലിക്കോളാം. സംഭവം കലക്കി. മോട്ടുവും പത്ലവും അങ്ങോട്ടും ഇങ്ങോട്ടും വടിയുണ്ടാക്കുന്നു. എനിക്കിപ്പോ സന്തോഷമായി. നിന്റെ ഇച്ഛ പോലെ നടക്കട്ടെ ഭക്ത. വേണ്ട. അവിടെ നിൽക്കേ. പറഞ്ഞത് കാണിച്ചു തരാം. നിക്ക
നിക്ക് എന്തിനാ പത്തിലൂടെ ഇങ്ങനെ തല്ലുന്നത്? പത്തിലൂടെ അടിക്കേണ്ട പോട്ടു, വിട്ടേക്ക് പോട്ടു. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ നല്ല കൂട്ടുകാരല്ലേ? ഞാൻ പറയുന്നത് കേക്ക് പോട്ടും പത്തിലൂ. ഇല്ല ബാബ, ഇന്ന് ഞാൻ ഇവനെ വെറുതെ വിടില്ല. അവൻ എങ്ങനെയാ ബാബ നിങ്ങളെ സംശയിക്കുക? മാത്രമല്ല നിങ്ങൾ തെറി വിളിക്കുന്നു. അതിന്റെ ശിക്ഷയാണ് ഇതൊക്കെ. ക്ഷമിച്ചാലും ബാബ, ക്ഷമിച്ചാലും എനിക്കും ഇപ്പൊ നിങ്ങളുടെ മേലിൽ വിശ്വാസം വന്നിരിക്കുക. നിങ്ങൾ ഈ അടിയന് വേണ്ടി താങ്കളുടെ സിംഹാസനത്തിൽ ഇരുന്നൊന്ന് പറന്ന് കാണിക്കേ. വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. എനിക്കൊരു കുഴപ്പമില്ല. ബാബ അങ്ങനെ പറയരുത്. നിങ്ങളിപ്പോ പറഞ്ഞു കാണിച്ചില്ലെങ്കിൽ ഇവിടെയുള്ളവർക്കൊക്കെ നിങ്ങളോട് സംശയം തോന്നും. വായുവിലൂടെ ഒന്ന് പറഞ്ഞു കാണിക്കൂ. സുഹൃത്തുക്കളെ, ഇപ്പോൾ ബാബയുടെ ശക്തി പ്രദർശിപ്പിക്കുന്നതായിരിക്കും. എന്താ പറ്റി? ഇതാണ് ബാബയുടെ ശക്തി. ബാബ ഇതിലിരുന്നുകൊണ്ടാണ് വന്നോണ്ടിരുന്നത്. ഇപ്പൊ ബാബയെ അപമാനിക്കുകയാണ്. മോട്ടു, നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഞാൻ സാധാരണ മനുഷ്യനാണ്, ഇടി താങ്ങത്തില്ല. ഞാൻ ബാബയല്ലൊരു കോപ്പുമല്ല ജോണ, എന്നോട് ക്ഷമിക്കണം. ചിങ്കം സാറേ, എന്നെ വേഗം ജയിലിലടക്കേ, അല്ലെങ്കിൽ ഇമാർ എന്നെ പഞ്ഞിക്കിടുവേ. ചിങ്കം സാറേ, ഒന്ന് വേഗം വരണേ. ചിങ്കം സാറേ. Watch India's largest kids library only on Geo Hotstar. Download the app now.